അസ്സലാമലൈക്കും. സീനാസ് ഫുഡ് ഡയറീസിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചക്കക്കുരു കൊണ്ട് ഒരു പച്ചടി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയാണിത്. വെള്ളരിക്ക, തടിയങ്ക, കുമ്പളങ്ങ എന്നിവ കൊണ്ട് പച്ചടി വയ്ക്കും. എന്നാൽ ചക്കക്കുരു കൊണ്ട് ഒരു അടിപൊളി പച്ചടിയും വെക്കാം എന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ പച്ചടി ഉണ്ടെങ്കിൽ ചോറുണ്ണാൻ ഇത് മാത്രം മതി. നമ്മുടെ കൊച്ചുമക്കൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ് പച്ചടി. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ പച്ചടി തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു 10-15 നല്ല ഫ്രഷ് ആയിട്ടുള്ള ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ പൂപ്പലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നന്നായിട്ട് കഴുകിയെടുത്ത ചക്കക്കുരുവാണ്. അപ്പോൾ ഈ പച്ചടി തയ്യാറാക്കാൻ വേണ്ടി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഒരു കുഴിവുള്ള പാനാണ്. അപ്പോൾ ഇതൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ചക്കക്കുരു നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചക്കക്കുരുവും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ചക്കക്കുരു വേവാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 3/4 കപ്പ് വെള്ളത്തോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇളക്കിയിട്ട് നന്നായിട്ടൊരു 3 മിനിറ്റ് നേരമെങ്കിലും ഇതൊന്ന് വേവിക്കാൻ വെക്കുക. ചക്കക്കുരു കൊണ്ട് പല റെസിപ്പിയും നമുക്ക് തയ്യാറാക്കാം. അതിലൊരു റെസിപ്പിയാണ് കേട്ടോ ഈ ചക്കക്കുരു കൊണ്ടുള്ള പച്ചടി. വളരെയധികം ടേസ്റ്റിയാണ് ഈ പച്ചടി. അപ്പോൾ കൊച്ചു മക്കൾക്കൊക്കെ ഈ പച്ചടിയൊക്കെ വെച്ച് കൊടുത്താൽ അവർ വളരെയധികം ഇഷ്ടത്തോടു കൂടി കഴിച്ചുകൊള്ളും. അപ്പോൾ ചക്കക്കുരു എന്ന് പറയുമ്പോൾ വളരെയധികം പോഷക ഗുണങ്ങൾ ഉള്ള ഒന്നാണല്ലോ. അപ്പോൾ ഇതുപോലെ പച്ചടി വെച്ച് കൊടുത്താൽ മക്കൾ നന്നായിട്ട് ചോറും ഉണ്ണും. നല്ല ചക്കക്കുരു അവർക്ക് കൊടുത്തതുമായി. അപ്പോൾ നമുക്കിത് ഒരു 3 മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ട് തിളയ്ക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. ചക്കക്കുരു നന്നായിട്ട് വെന്തങ്ങ് ഉടയരുത് കേട്ടോ. ചക്കക്കുരു വേവുകയും വേണം, എന്നാൽ ചക്കക്കുരു ഒട്ടും തന്നെ ഉടയുകയും ചെയ്യരുത്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതിൻ്റെയും നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു ഇതളിൻ്റെ കുറച്ച് ഭാഗം അടർത്തിയെടുത്ത് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. എന്നിട്ട് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 ചെറിയ ഉള്ളി വൃത്തിയാക്കി അതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം തേങ്ങ എടുത്ത കപ്പിൽ തന്നെ ഒരു 3/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു പകുതി അരവിൽ ആദ്യം അരച്ചെടുക്കുക. അപ്പോൾ പകുതി അരവിൽ ആദ്യം അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുകിടുമ്പോൾ നല്ല മണമാണ് കേട്ടോ ആ പച്ചടിക്ക്. ഒരിക്കലും പച്ചടിക്ക് ജീരകം ഇട്ട് കൊടുക്കരുത് കേട്ടോ. ജീരകത്തിനെക്കാട്ടി കടുകാണ് നല്ല ടേസ്റ്റ് എടുക്കുക. അപ്പോൾ കടുക് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് ഇത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഫൈനായിട്ട് അരയണ്ട. ഈ കടുകൊക്കെ ഒന്ന് ചതഞ്ഞ് നന്നായിട്ട് ഈ അരപ്പുമായിട്ട് ചേർന്ന് കിട്ടണം. അത്ര മതി. അപ്പോൾ തേങ്ങയും നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുമുണ്ട്, എന്നാൽ ഉടഞ്ഞിട്ടുമില്ല. അപ്പോൾ കുറച്ചും കൂടി വറ്റാനുണ്ട് കേട്ടോ. അപ്പോൾ 1 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേവ് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ജാറും കൂടി കഴുകി അതും കൂടി ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അങ്ങനെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഞാനതാ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ആ പച്ച അരപ്പിൻ്റെയൊക്കെ ചുവയൊന്ന് മാറിക്കിട്ടണം. അപ്പോൾ ഒരു 2 മിനിറ്റ് കൂടി നമുക്കൊന്ന് അടപ്പ് വെച്ച് അടച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചക്കക്കുരു കണ്ടില്ലേ, അരച്ചൊഴിച്ച തേങ്ങയുടെയൊക്കെ
മിക്സ് നന്നായിട്ടൊന്ന് കുറുവി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് ഈ തിളയൊക്കെ ഒന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇടത്തരം പുളിപ്പുള്ള തൈര് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ തൈര് നല്ല കട്ട തൈരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ വെച്ചൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഒന്ന് കറക്കി കൊടുത്താൽ മതി. അങ്ങനെ കറക്കിയെടുത്ത തൈരാണിത്. അപ്പോൾ ഞാനിത് 1.5 കപ്പ് തൈര് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ പച്ചടി ഇവിടെ തയ്യാറായി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പച്ചടി. ചോറുണ്ണാൻ ഇത് മാത്രം മതി. വയറ് നിറയെ നമുക്ക് ചോറുണ്ണാം. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ചക്കക്കുരു കൊണ്ടുള്ള പച്ചടി. അപ്പോൾ ഇതാ വളരെ തിക്കുമല്ല വളരെ തിന്നുമല്ലാത്ത ഇടയ്ക്കുള്ളൊരു പരുവമായിട്ട് നമുക്ക് ഈ പച്ചടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടി ഒരു വറുക് താളിച്ചൊഴിക്കണം. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചെറിയ സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകും കൂടി ഇട്ട് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചുമന്ന ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചുമന്ന ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചുവന്നുള്ളിയൊക്കെ ഒന്ന് ഒരു ഗോൾഡൻ കളറായി കിട്ടണം. അതുവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് 2-3 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ച് അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ചുവന്നുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ചുവന്നുള്ളി നന്നായിട്ടൊരു ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഈ കടുക് താളിച്ചത് നേരെ നമുക്ക് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വറുക് താളിച്ച പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വെള്ളരിക്ക, തടിയങ്ക, കുമ്പളങ്ങ എന്നിവയൊക്കെ വെച്ച് നല്ല പച്ചടി ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ചക്കക്കുരു വെച്ച് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു പച്ചടി ഉണ്ടാക്കാം. ഈ പച്ചടി ഉണ്ടെങ്കിൽ ചോറുണ്ണാൻ ഇത് മാത്രം മതി കേട്ടോ. നമ്മുടെ കൊച്ചുമക്കൾക്കൊക്കെ ഇതുപോലുള്ള എരി കുറഞ്ഞ കറികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ വളരെയധികം ഉത്സാഹത്തോടു കൂടി ചോറ് കഴിക്കുന്നത് കാണാം. അപ്പോൾ ചക്കക്കുരു വെച്ചുള്ള കറിയും കൂടി ആകുമ്പോൾ കൂടുതൽ പോഷക ഗുണങ്ങൾ ഉള്ളതല്ലേ. കൊച്ചുമക്കളൊക്കെ വളരെയധികം ഇഷ്ടത്തോടെ കഴിച്ചുകൊള്ളും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ചക്കക്കുരു കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള പച്ചടി ഉണ്ടാക്കാം. വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചക്കക്കുരു പച്ചടി ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ. ഇങ്ങനെയൊരു ചക്കക്കുരു പച്ചടി വെച്ചാൽ ഇത് മാത്രം മതി കേട്ടോ. ചോറുണ്ണാൻ വയറ് നിറയുന്നത് അറിയുകയില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസണാണല്ലോ. അപ്പോൾ ചക്കക്കുരു എല്ലാ വീട്ടിലും കാണും. അതുകൊണ്ട് ചക്കക്കുരു കൊണ്ട് ഇതുപോലൊരു പച്ചടി ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്കിതൊരു ചെറിയ ബൗളിലേക്ക് ഒന്ന് കോരി മാറ്റാം. അപ്പോൾ അതാ നമ്മുടെ ചക്കക്കുരു പച്ചടി ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ആ തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്കെത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക്